സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് സാമ്പത്തിക സ്വാശ്രയത്വം അനിവാര്യമാണെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ഹൈറേഞ്ച് NSS യൂണിയൻ സംഘടിപ്പിച്ച വനിതാ സ്വയം സഹായ സംഘ ഭാരവാഹികളുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ സമുദായ അംഗവും തൊഴിലന്വേഷകരായി നടക്കാതെ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുവാൻ പ്രാപ്തിയുള്ളവരായി മാറണം. സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കൊപ്പം വലിയ വ്യവസായ സംരംഭങ്ങൾക്ക് പങ്കാളിയാകുവാനും നേതൃത്വം വഹിക്കാനും കഴിയണം. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിതം വിജയപ്രദമാക്കാൻ കഴിയുകയുള്ളൂവെന്നും സംഘടനയോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് പരസ്പര സഹായത്തിലൂടെ ഉയർച്ചയിലെത്തിച്ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഹരിയോഗ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാല, രണ്ടാമത് വനിതാ സമാജ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാല, ഇപ്പോൾ നമ്മുടെ സ്വാശ്രയ സംഘങ്ങളുടെ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാല, അങ്ങനെ മൂന്നാമത്തെ ശില്പശാലയാണ് ഈ വർഷം നമ്മൾ. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഘടനയിലും നമ്മുടെ പ്രവർത്തനത്തിലും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ സമൂഹം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത്. ഇപ്പോഴും പ്രതിസന്ധികൾ പൂർണ്ണമായും ഒഴിഞ്ഞു എന്നത് നമ്മൾക്ക് ആരും അവകാശപ്പെടുവാൻ സാധിക്കും. അതൊരിക്കലും പ്രതിസന്ധികൾ അവസാനിക്കുകയില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം പ്രതിസന്ധികൾ എപ്പോഴും ഓരോ രൂപത്തിൽ നമ്മളെ തേടി എത്തിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ നേരിടുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ മുഖ്യ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭിന്നതാവസ്ഥയാണ്. അത് പരിഹരിക്കുക എന്നുള്ളത് മറ്റാരുടെയും കർത്തവ്യമല്ല, നമ്മളുടേത് തന്നെയാണ്. കാരണം നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ തന്നെ ചുമതല. മുൻകാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ ഉൾപ്പെടെയുള്ള ധാരാളം ജോലി സാധ്യതകൾ പ്രതീക്ഷിക്കുകയും ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായെങ്കിൽ ഇന്ന് പുതിയ പുതിയ ഭരണകർത്താക്കൾ വരുമ്പോൾ, സംവരണത്തിൽ പുതിയ പുതിയ മാനദണ്ഡങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ജനാധിപത്യ അടിസ്ഥാന ജനസംഖ്യ അനുപാതത്തിലും ഒക്കെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വീതം വെച്ചു പോകുമ്പോൾ അവിടെയൊക്കെ നായർ സമുദായം ഒക്കെ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് KN സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് വ്യവസായ കേന്ദ്രം ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ KR അരുൺകുമാർ വിവിധങ്ങളായ സംരംഭകത്വ പദ്ധതികളെക്കുറിച്ച് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഫെഡറൽ ബാങ്ക് മൈക്രോ ക്രെഡിറ്റ് ഓഫീസർ ധനുഷ് കുമാർ വിവിധ വായ്പാ പദ്ധതികൾ വിശദീകരിച്ചു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായർ, സെക്രട്ടറി ഓമന ബാബുലാൽ, MSS കോർഡിനേറ്റർ KB ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.